മക്കളെ, ഞാൻ നന്ദിത. അപ്പം ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ബഹുഭുജങ്ങൾ എന്നുള്ള പാഠഭാഗം പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം മുന്നത്തെ പാഠങ്ങളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? കുറേ രൂപം, ഒരു രൂപത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നാമത്തെ പാഠത്തിൽ ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതായിരുന്നു ആ ഒരു രൂപം? ത്രികോണത്തെ കുറിച്ചിട്ട്. എന്തൊക്കെയാ ത്രികോണത്തിന്റെ പ്രത്യേകത? ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്, 3 കോണുകളുണ്ട് എന്നും പഠിച്ചു. ഈ 3 കോണുകളുടെ തുക എത്രയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെ, 180 ഡിഗ്രി ആണെന്ന് പഠിച്ചു. അപ്പോൾ ഇനി ഈ ത്രികോണമല്ലാതെ വേറെ ഏതൊക്കെ രൂപങ്ങളെ കുറിച്ച് മക്കളെ നിങ്ങൾക്ക് അറിയാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെ രൂപങ്ങളാണെന്നും അവയുടെ പേരുകൾ എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ പഠിച്ചു തുടങ്ങിയാലോ? നോക്കാം. അപ്പൊ മക്കളെ, ഞാൻ അവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ? വരയുണ്ട്, പിന്നെ ഒരു ലൂപ്പ് പോലത്തെ ഉള്ളതുണ്ട്. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഇതില് ബഹുഭുജങ്ങൾ എന്ന പാഠം ആണ് നമ്മളിപ്പോ നോക്കുന്നത്. അപ്പൊ എന്താണ് ബഹുഭുജം എന്നുള്ളത് നമുക്ക് അറിയണം. ത്രികോണം എന്ന രൂപം ഞാൻ എടുത്തു. ത്രികോണം നോക്കിയേ, 3 വശങ്ങൾ ഉണ്ടെന്നും അറിയാം, 3 കോണുകൾ ഉണ്ടെന്നും അറിയാം. ഈ ത്രികോണത്തിന്റെ വേറൊരു പ്രത്യേകത എന്താ? ഈ വരകള് എങ്ങനെയാ കിടക്കുന്നേ? അടഞ്ഞ രൂപത്തിലാണ് കിടക്കുന്നത് അല്ലെ? അപ്പോ എന്താണ് ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 3 അതിലധികമോ വശങ്ങൾ അടങ്ങിയ അടഞ്ഞ രൂപത്തെയാണ് എന്തെന്ന് പറയാം? ബഹുഭുജങ്ങൾ എന്ന് പറയാം. 3 അതിലധികമോ വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ബഹുഭുജങ്ങൾ എന്ന് പറയാം. അപ്പോ ഞാൻ തന്നിട്ടുള്ള ഈ രൂപങ്ങൾ എന്താണ്? ബഹുഭുജങ്ങളാണോ? ആണോ? വര വരച്ചു, ഇത് എവിടെയെങ്കിലും അടഞ്ഞു കിടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതെന്തല്ല? അതൊരു ബഹുഭുജമല്ല. മനസ്സിലായല്ലോ? ഇനി നമുക്ക് കുറച്ച് ബഹുഭുജങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന രൂപം അല്ലെ? ഏതാ? ത്രികോണം. ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? 1, 2, 3. 3 വശങ്ങളുണ്ട്. എത്ര കോണുകളുണ്ട് മക്കളെ? 1, 2, 3. 3 കോണുകളുണ്ട്. ഇനി നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന അടുത്തൊരു രൂപം നമ്മൾ കണ്ട് പരിചയമുള്ള രൂപമാണ്. എന്താണിത്? ചതുരം. ചതുരം നോക്കിയേ, ചതുരത്തിന് എത്ര കോണുകളുണ്ട്? 1, 2, 3, 4. 4 കോണുകളുണ്ട്. എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങളുണ്ട്. ഇനി അടുത്ത രൂപം നോക്കിയേ, സാമാന്തരികം. സാമാന്തരികത്തിനും എത്ര വശങ്ങൾ തന്നെയാണ്? 4 വശങ്ങൾ തന്നെയാണ് അല്ലെ? 1, 2, 3, 4. 4 വശങ്ങളുണ്ട്. ഇതേപോലെയാണ് ലംബകം. ലംബകത്തിന് എത്ര? 4 വശങ്ങളും 4 കോണുകളും. അപ്പൊ നമുക്ക് ചതുരം മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ 4 വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളെയാണ് നമ്മൾ ചതുർഭുജങ്ങൾ എന്ന് പറയാം. എന്തെന്ന് പറയാം? ചതുർഭുജങ്ങൾ എന്ന് പറയാം. 4 വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളാണ് എന്ത്? ചതുർഭുജങ്ങൾ. ഇനി മക്കളെ നോക്കിയേ, വീട് പോലെ ഒരു രൂപം അല്ലെ? 1, 2, 3, 4, 5. 5 വശങ്ങളുള്ള ഒരു രൂപം. ഇതിന് എത്ര കോണുകളുണ്ട് മക്കളെ? 1, 2, 3, 4, 5. 5 കോണുകളുണ്ട്. അപ്പൊ ഇതിന്റെ പേരാണ് പഞ്ചഭുജം. ഇതിന്റെ പേരാണ് പഞ്ചഭുജം. 5 വശങ്ങളും 5 കോണുകളും ഉള്ള രൂപങ്ങളാണ് എന്ത്? പഞ്ചഭുജങ്ങൾ. നമ്മൾ 5 വശങ്ങളുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത രൂപമാണ് 6 വശങ്ങൾ അല്ലെ? 1, 2, 3, 4, 5, 6. 6 വശങ്ങളും 6 കോണുകളും ഉണ്ട്. 6 വശം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം അല്ലെ? 6 കോണുകളും ഉണ്ടായിരിക്കും. ഈ 6 വശങ്ങളും 6 കോണുകളും ഉള്ള അടഞ്ഞ രൂപങ്ങളാണ് ഷഡ്ഭുജങ്ങൾ. എന്താണ് മക്കളെ? ഷഡ്ഭുജങ്ങൾ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് 7 വശങ്ങളും 7 കോണുകളുള്ള ഒരു ചിത്രം തന്നിരിക്കുന്നത്. നോക്കിയേ, 7 വശങ്ങളുണ്ട്, അതിന് 7 കോണുകളുണ്ട്. ഇങ്ങനെയുള്ള ബഹുഭുജങ്ങളെയാണ് സപ്തഭുജം എന്ന് പറയാം. എന്താ പറയാ? സപ്തഭുജം. ഇനി അടുത്തതാണ് 8 വശങ്ങളും 8 കോണുകളും ഉള്ളത്. 8 വശങ്ങളും 8 കോണുകളുമുള്ള ബഹുഭുജങ്ങളെ അഷ്ടഭുജം എന്നാണ് പറയാം. എന്താ പറയാ? അഷ്ടഭുജം. ഇനി 9 വശങ്ങളും 9 കോണുകളുള്ള ചിത്രം. അപ്പൊ അതിനെന്ത് പറയും? നവഭുജം. എന്ത് പറയും? നവഭുജം. ഇനി അടുത്തത് 10 വശങ്ങളും 10 കോണുകളും ഉള്ളത്. 10 വശങ്ങളും 10 കോണുകളുമുള്ള ബഹുഭുജത്തിനെയാണ് നമ്മൾ ദശഭുജം എന്ന് പറയാം. അപ്പൊ മക്കളെ, നമ്മളിന്ന് ബഹുഭുജങ്ങളെ 10 വശങ്ങളുള്ള 10 കോണുകളുള്ള ബഹുഭുജങ്ങളെ കുറിച്ച് പഠിച്ചു. ഇതിലധികവും ബഹുഭുജങ്ങൾ എന്തുണ്ട്? നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താ? എന്താണ് ബഹുഭുജം? എന്താണ് ബഹുഭുജം എന്ന് ഒരാൾ ചോദിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റണം. എന്താണ്? 3 അതിലധികമോ വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളാണ് എന്ത്? ബഹുഭുജങ്ങൾ. ഏതൊക്കെ ബഹുഭുജങ്ങളാണെന്ന് പരിചയപ്പെട്ടെ? ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം,
ഷഡ്ഭുജം, സപ്തഭുജം, അഷ്ടഭുജം, നവഭുജം, ദശഭുജം. മനസ്സിലായല്ലോ? അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇവയുടെ കോണുകളുടെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.